ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ഒരുമനയൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത നിർമ്മാണോദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കുടിവെള്ളക്ഷാമത്തിന് കാരണമെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കവേ പൈപ്പുകൾ പൊളിച്ചിട്ടതിനാലാണ് കുടിവെള്ളം മുടങ്ങുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും പൈപ്പുകൾ പൊട്ടിയതും ജനങ്ങൾക്ക് ഇരുട്ടടിയായി. മാലിന്യങ്ങൾ നിറഞ്ഞതിനാൽ ചിലയിടങ്ങളിൽ മലിനജലമാണ് പൈപ്പിലൂടെ ലഭിക്കുന്നത്. ഈയിടെ ചരൽമണ്ണ് ഇറക്കുന്ന ലോറിയുടെ ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ മറന്നതുമൂലം വൈദ്യുതി കമ്പികളിലും മറ്റും തട്ടി പോസ്റ്റുകൾ വീണ സംഭവവും ഉണ്ടായിരുന്നു. നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും അനാസ്ഥ വെടിയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എത്രയും വേഗം അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഒരുമനയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ ആവശ്യപ്പെട്ടു. ഇവിടെ ഒരുമനയൂർ പഞ്ചായത്തിൽ മാസങ്ങളായിട്ട് ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ കുടിവെള്ളം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ വേനൽക്കാലത്ത് ഹൈവേക്കാർ ചെയ്തു കൂട്ടുന്ന പണിയെന്ന് വെച്ചാൽ നിരന്തരം പൈപ്പുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു തോട് പോലെ ആകുന്ന വെള്ളക്കെട്ട്. അതിനുശേഷം അവർ വന്നിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ചളിയും മണ്ണും വെള്ളം മൊത്തം ഇതിൽ 2 ദിവസം കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ ചളിയും വെള്ളവും. അപ്പോൾ പല ഭാഗത്തും ഇവിടെ ഓരോ അസുഖങ്ങൾ ബാധിച്ചിട്ടും അതുപോലെ മഞ്ഞപ്പിത്തം പോലുള്ള പല പകർച്ചവ്യാധി പനികൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ റോട്ടിൽ കിടക്കുന്ന കംപ്ലീറ്റ് വേസ്റ്റും വെള്ളവും ജനങ്ങൾ കുടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഈ ഹൈവേയുടെ വർക്ക് നടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ പൈപ്പ് ലൈനൊക്കെ മാറ്റി സ്ഥാപിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ റോഡ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാത്രമല്ല 4 ദിവസം 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് ഇവിടെ എഞ്ചിനീയർമാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെ വന്ന എഞ്ചിനീയർ ആയിരിക്കില്ല 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് മാപ്പൊന്നും അറിയാതെ ഈ നിരന്തരം ആരും ഒരു വില വെക്കുന്നില്ല. MLA തന്നെ പല പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിമാർ എല്ലാവരും ഒരാളെ പോലും വില വെക്കാതെ ഇവിടുത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനോട് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പല പാവപ്പെട്ടവർ അവരെടുത്ത് കയ്യും കാലും പിടിക്കുന്ന പോലെ സംസാരിച്ചിട്ട് പോലും അവർക്ക് യാതൊരു വിലയില്ല. കാരണം ഹിന്ദിക്കാരാണ്, അവർക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല. പക്ഷേ ഈ ലെവലിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ റോട്ടിലിറങ്ങേണ്ടി വരും. മാത്രമല്ല തെരഞ്ഞെടുപ്പ് സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഹൈവേയിലുള്ള പല ആളുകളും ഹൈവേ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ കരിവാരി തേക്കാനുള്ള കളികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് സംശയിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.